ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളെ രണ്ടാമത്തെ വ്ളോഗാണ്. രണ്ടാമതാണ് വീഡിയോ ഇടുന്നത്. നമ്മൾ മീൻ പിടിച്ചാൻ ഇറങ്ങിയതാണ്. മീൻ പിടിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മീൻ പിടിച്ച് കഴിയാൻ നേരത്താണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റിൽ തന്നെ ഇൻട്രോ എടുക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അവിടെ ചെറുതല്ലേ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് സ്പോട്ട് കിട്ടിയാണ്. ഇതാണ് സ്പോട്ട് വരുന്നത്. ഇവിടെയാണ് സ്പോട്ട് വരുന്നത്. ഇതെന്താ ഇവിടെ ഇടണോ? ഇവിടെ അല്ലേ? അങ്ങനെ ജാസ് വണ്ടി തിരിച്ചാണ്. ജാസിനാണ് മീൻ പിടിച്ചാൽ മുട്ടി നിക്കണത്. ഈ സ്പോട്ട് നമ്മൾ മാറ്റി ഇനി വേറെ സ്പോട്ടിലേക്ക് പോവാണ്. അപ്പൊ സെയ്ത് നമുക്കൊരു സ്ഥലം കാണിച്ചു തന്നെ. ഓനെന്ത് മടിയാടോ. ഇജ്ജ് വണ്ടി റോട്ടുമ്പോ മാറ്റി വെക്ക്. എന്താ കാട്ടുന്നത്? ചുനെ തന്നെ വേണം. ഏരായി ആരല്ലോ. നോൺ വെജ് ആണ്. അപ്പൊ നമ്മള് തീറ്റൊക്കെ സൈഡ് മുന്നേ കരുതി വെച്ചാണ്. സയ്യിദാണ് മെയിന്. സയ്യിദിനാണ് ഒക്കെ നിച്ചുള്ളത്. ഞമ്മളെയും കത്തിതാ ഒരാളോടെ കാത്തിക്കുണ്ട്. ഞാൻ അത്ര പ്രശ്നക്കാരനല്ല. ഇത് പ്രശ്നക്കാരനാണ്. ഞാൻ പോയേക്കാം. പേരിട്ടത് ഇറങ്ങിക്കോ. ഇല്ലടോ, ഒന്നും കാട്ടൂല. നിങ്ങള് കേട്ടത് എന്തൊരു പേടിത്തൊണ്ടന്മാരേ. ഒന്നും ചെയ്യൂല. അതിനെ വെറുതെ വേദനാക്കി വെച്ചിട്ട്. അപ്പൊ ഓരോ കടത്തിന് ഇനിയിപ്പോ ഞാനും ജൂനിയർ ഇവിടെ ഏതായാലും വെറുതെ റിസ്ക് എടുക്കണ്ട. പോവന്നെ. കയറും വള്ളിയും പോത്തുകുട്ട നമ്മളെ നിരീക്ഷിച്ചു കൊണ്ട് നിൽക്കുക. നല്ല അടിപൊളി സ്പോട്ടാണ് തോന്നുന്നുണ്ട്. സൈഡാണ് ഇന്നിപ്പോ നമ്മളെ മെയിന്. ഓനാണ് നമുക്ക് വഴിയൊക്കെ കാണിച്ചു തരുന്നത്. ഏതായാലും ഏതോ കാട്ടുകൂടിയൊക്കെയാണ് ഇപ്പൊ മീൻ പിടിച്ചാൻ പോകുന്നത്. തല്ലിന്റെ ഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാട്ടത്. എന്റെ അടുത്തൊക്കെ പറ്റീനങ്ങായി. സെയ്ത് പറ്റിച്ച്. സെയ്ത് നമ്മളെ വയ്യ പറ്റിപ്പിച്ച്. അങ്ങോട്ടങ്ങ് ഓട്ടോറിക്ഷ കളിച്ചിട്ടുണ്ടോ? അല്ല, ഓന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞതാ. വിളിച്ച് അനക്ക് കിട്ടൂലെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഉദ്ദേശിച്ചതൊക്കെ എന്താന്ന് മനസ്സിലായി. അത് കര എങ്ങനെ വന്ന് കൊന്നിട്ട് പിടിച്ച ഓമ്പിച്ച്
ഇതിന്നപ്പോ നമ്മള് മീൻ പിടിച്ചു. ചുണ്ണാമ്പി കെട്ടാൻ കഴിയുമെന്ന് അറിയില്ല കേട്ടോ. അത് റിസ്വാൻ കെട്ടിയോളൂ. അപ്പൊ നമുക്ക് കൊക്ക കുടിച്ചിട്ട് കാണാം. ഏതോ ഒന്നല്ലേ, ഏതോ ഒന്നാ ചുറ്റല്. ഞാൻ ഇവിടെ പിടിക്കല്ല, ഒന്ന് ചുറ്റെടുത്താ ഞാൻ പിടിക്കുക. ഇഷ്ടമുള്ള വെള്ളത്തിൽ നിന്നാണെങ്കിൽ മീൻ കൊത്തി കൊണ്ടുപോണ കാണീനി, അപ്പൊ വലിച്ചാൽ മതി. ഇതൊക്കെ ചെയ്ത തൊള്ളേന്ന് വരുന്നേ. നേരത്തെ നല്ല അടിയിൽ അല്ലടാ, എനിക്ക് ഈ ഓട്ടേക്ക് വിടണം. അത് അടി പറ്റിക്കോ. അപ്പൊ ഫസ്റ്റ് അതിന്റെ അടി കൂടി ഇട്ടാൽ ഇന്നങ്ങനെ നടക്കും. ഇത് അടി കൂടെ ചുറ്റായില്ല. കൊക്ക പിടിച്ചെടുത്ത അങ്ങനെ ചെയ്തോ യൂട്യൂബ് വീഡിയോ ഒക്കെയാണ് എടുക്കണത്. ഒന്നടെ മേത്തെ കൂടി ഇടുക, എന്നിട്ട് അടിയത്തെ വലിച്ചാൽ മതി. നോക്കാം. ഏതായാലും നമ്മൾ കുടിക്ക് കഴിഞ്ഞിട്ട് കാണാം. ഇതിപ്പോ നമ്മള് കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോ കണ്ട സ്ഥലമാണ്. നല്ല സ്ഥലം ഇങ്ങനെ കാണാന്. എന്റെ പറ്റൂല, ഓലടന്ന് ചുറ്റുണ്ട്. അപ്പൊ നമ്മള് പ്രകൃതികളൊക്കെ ഒന്ന് ആസ്വദിക്കാന്ന് വിചാരിച്ചു. എന്തോ കാണിക്കുന്നുണ്ട്. എന്തൊക്കെ സംശയങ്ങളാ. ചെറുത് നോക്കി നേരത്തെ നോക്കണം. എന്തെങ്കിലുമൊക്കെ പോലും കഴിയില്ല. നടക്കോ? എനിക്ക് മതി, എനിക്ക് ചെറുത മീനുകൾ എനിക്ക് ആക്രാന്തൊന്നും ഇല്ല. വലിയ മീൻ കെട്ടാൻ കഴിയില്ലടോ. കെട്ടാൻ ഇച്ചുള്ളവര് കെട്ടിയാ കെട്ടാൻ കഴിയും. അല്ല എനിക്ക് ചാസ് ചെയ്താൽ വേറെ കൊടുക്കണ്ട്. അതിന് വേനാവൊന്നുമില്ല ചാസേ. എന്താ സൂക്ഷ്മത. ഇത്ര സൂക്ഷ്മത പഠിക്കണേല് കാണിച്ചില്ലെങ്കിൽ ഇതൊന്നും ഇവിടെ നിത്തന്റെ ആളല്ല. ഇജ് അപ്പുറത്ത് ജാസിനെ കുടുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓന്റെ അടുത്തുണ്ട്, ജാസിന്റെ അടുത്തുണ്ട് സാധനം. ജാസൻ നീച്ചന് ഇനി ഇട്ടേക്കും. ഇന്റെ കിട്ടിയോ? ഇന്റെ റെഡിയായോ? അത് കടിച്ചു പൊട്ടിച്ചാ മതി. എന്റെ സാധനം കിട്ടിയാണ്. ഞാൻ ചെറിയ കൊക്കയാണ് പറഞ്ഞത്. ഇജാസാടെ മീൻ പിടുത്തം തുടങ്ങി. ഇജാസാ നോക്കിക്കോട്ടോ, പൂണ്ടോ. ഇതും പൊട്ടിച്ചേരണം കേട്ടോ, കടിച്ചാണ്ട് ആട്ട് കുത്തിട്ടേച്ച് പോരി. ആയോ? റെഡിയായോ? ഇന്റെ വടി ഇതല്ല, ഇന്റെ വടിയാണ്. ഇന്റെ വടി ഇതാ അവിടെ. എങ്ങോട്ട് പോകുന്നത് ഇട്ടോ ആൾക്കാരും. ഞാൻ മറ്റേ കിട്ടാനും കഴിയൂല. അത് കിട്ടിയോ ചെറുത്? അത് ആദ്യം പിടിച്ചു. മീൻ അത് കെട്ട്. പ്രൊഫഷണൽ ആയിട്ടാണല്ലോ മീൻ പിടിച്ചത്. കൊത്തുണ്ടോ? വെള്ളത്തിന് നീട്ടി എറിഞ്ഞൂടാണ്ട്. നന്നായി. അതൊന്ന് കോർത്ത് തരും എനിക്ക്. ഏത്? അല്ല, അത് ഇജാസ് ബണ്ടോട്ടെ. ഇവിടുന്ന് ഒരു മീനിനെ കിട്ടീന്. ആ
ആ ഉന്താനുള്ള പ്ലാനൊന്നും ഇട്ടണ്ടേ. നിക്ക് ഒന്നുകൂടി ട്രൈ ആക്കി നോക്കാം. ഉണ്ടാതൊക്കെ അണ്ടർ വാട്ടർ വീഡിയോ നല്ല വൃത്തി ഉണ്ടാവാ. മറ്റേ ഇത് വെള്ളത്തിറക്കാൻ പറ്റുന്ന ഫോണല്ല. വെള്ളത്തിൽ ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റിലാ നിക്കണേ. നിക്ക് കൊത്തുണ്ടോ? വേറെ സ്ഥലത്ത് ഞങ്ങൾക്ക് മാത്രം കൊത്തിട്ടിട്ട് കാര്യമില്ല. ഞങ്ങൾ ഒത്തിട്ടില്ല. കൊത്തു വെച്ചാൽ വെള്ളത്തിൽ ഇട്ടില്ല വരെ. അപ്പൊ ഓൽക്കൊന്നും മീൻ കിട്ടുന്നില്ല എന്നുള്ള പരാതി കൊണ്ട് നമ്മൾ ഇവിടുന്ന് പോവാ. മീൻ പിടിച്ചാലും ഉച്ചല്ല, വലിയ ഡയലോഗ് അത്ര. ഞാൻ പിടിച്ചെന്ന മീൻ കാണിച്ചു കേട്ടോ. നമ്മൾ ഇവിടുന്ന് സ്പോട്ട് മാറ്റാണ്. അതാ മീനതാ. ആ അതാ സ്രാവ്. മോനെ ഉക്ക് കൊട്ടിയില്ലടോ. ആരാ പറഞ്ഞത്? സെയ്തിന്റെ കെട്ടല്ലേ. ഓ ഇന്റെ സ്രാവ്. ഓഫ്, അപ്പൊ നമ്മൾ പിടിച്ച മീനാണിത്. ഏതായാലും എല്ലാം പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മ കാണാം. ജുനേദ് അവിടെ എന്തോ ആക്കുന്നുണ്ട്. ജുനേദ് കൂടോത്രം ചെയ്യുന്നുണ്ട്. ഏതായാലും ഞാൻ എടുത്താൽ എനിക്ക് ഒന്നെങ്കിലും കിട്ടും എന്നുള്ളത് ഇപ്പൊ ഉറപ്പായി. എന്താ ചെയ്തേ? എങ്ങനെയോ കുടുങ്ങിയേ? അതിന് നാക്കുണ്ട് കേട്ടോ. ഉണ്ടാണ് കറക്റ്റ്. സൈക്കോളജിക്കൽ മൂവ്മെന്റ് വെച്ചാ ഞാൻ പിടിച്ചതിനെ. ജാസിത മടുത്ത് പോയി. ഇവിടെയുള്ള സ്ഥലം ഇനിയിപ്പോ പറഞ്ഞെടുക്കാ. ആഹാ, കിട്ടാത്തോല് പലതും പറയുന്നു. ഇപ്പൊ മനസ്സിലായി. ഓക്കെ, വെൽപ്പള ഞാൻ പിടിച്ചരാ. എനിക്ക് മാറി മാറി കൊക്ക തന്നാ മതി. ഓക്കെ അല്ലേ? എന്നാ എല്ലാവർക്കും കിട്ടിന്നുള്ളൊരിത് വന്നോളൂ. അതിലെന്നെ ചെയ്താണ് നമ്മളെ വൈക്കാട്ട്. ആ തണലുള്ളടത്താണ് മീൻ അധികം വന്ന് നിക്ക. ഒരു കല്ല് അതിമേലൊരു കല്ല് കെട്ട്. ഞാൻ വടിയട്ടില്ല. അതൊക്കെ നാക്ക് വേണം, അല്ലാതെ നാക്കില്ലാതെ പിടിച്ചിട്ട് കാര്യമില്ല. ആ അതൊന്നും തിന്നണ്ട കേട്ടോ. ആ അടക്കപ്പായ. മണ്ടപ്പായ, അത്തിപ്പായ, ഈച്ചക്കൂരിയാണ്. നമുക്ക് എല്ലാരും ഒന്ന് നിശബ്ദമായി നിന്നിട്ട് ചെയ്ത് മീൻ പിടിച്ചാ നോക്കിക്കാം. അവിടെ ഇറങ്ങായോ? ആ വള്ളിമേലട് കേറിയിരുന്നാലോ? റിസ്ക് ആണല്ലേ? ജാസങ്ങനെ നോക്കിക്കാനേ ജാസിന് ഇച്ചുള്ളൂ. മൈദപൊടി കുപ്പിയിലാക്കിട്ട് കണ്ണാഞ്ചുട്ടികളെ കിട്ടും. നമ്മള് നോക്കിട്ട് നിന്നൊന്നും കാണില്ല. പോട്ടെ, വലിയ മപ്പിട്ട് ഇറങ്ങിയാ എന്തോ കിട്ടണം കേട്ടോ. കിട്ടുന്നാണോ പറഞ്ഞത്? ഇപ്പൊ നമുക്ക് 1999 ഉണ്ട്. 999. പാവണ്ടോ, ജീവണ്ടോ, തിരിച്ചിട്ടോട്ടെ ഞാന്. ആ നന്മയോളി. അതിന് കൂട്ടാളിനെ പിടിച്ചാനാണ് ചെയ്ത് പോണത്. അപ്പുറത്ത് എനിക്ക് കാണിച്ചല്ലേ പ്രോകളടി. ശരി, ജീവണ്ട്. അത്രക്ക് പ്രൊഫഷണൽ ആയിട്ടാ പിടിച്ച. അതുകൊണ്ടാണ് എത്ര വാൽമല കൊള്ളു. തൊള്ളല് മുറി എടുക്കേണ്ടി പോലെ എടുത്താ അതേപോലെ ഒന്നും പറ്റാത്ത രീതിയിൽ എടുക്കാം. ആ ഇല്ല ജുനേദ് എങ്ങോട്ട് നോക്കിയാ അത്രേ ഉള്ളൂ. അതവിടെ തിന്നുണ്ടല്ലോ ജി. ഞാൻ ഏരിയാ നിക്കണം കേട്ടോ ജാസ. അലമ്പലിച്ചല്ലേ. ഇനിയും കിട്ടും, അതിന് കൂട്ടാളിനെ കിട്ടും.
ഇതപ്പോൾ കിട്ടും. ഒച്ചപ്പാടുണ്ടാക്കില്ല ക്ഷമിച്ച് നിൽക്കുക. ഞാനോട് പറഞ്ഞ അതിന്മേലെ ഒരു ചെറിയ കല്ല് കെട്ടുന്നു, അല്ലെ മരക്കഷ്ണെങ്കിലും കെട്ടായ്മേൽ. അത് പിന്നെയാണ് ഇവരെ കൂടെ കടന്നിട്ടാണ് ബുദ്ധി പോയത്. ഇപ്പൊ ഒറ്റക്ക് കിടന്നപ്പോ ബുദ്ധി ഒന്നും അത് കട്ടാക്കണ്ട. ഇതായിട്ട് ഒന്ന് സ്പോട്ട് മാറ്റി ചെയ്തിട്ട് അവിടുന്ന് കിട്ടണില്ല ഇവിടുന്നും കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് സ്ഥലം മാറ്റി. ഇത് എന്ത് ഇവിടുന്ന് അവനിപ്പോ മീൻ പിടിച്ചാൻ കൊണ്ടുവന്ന് എത്ര പറയാ. എന്ത് ഡയലോഗ് അടിക്കണ്ടല്ലോ ഇട്ടണോ? അല്ല ഓന് വലിയ മീൻ പിടുത്തക്കാരനല്ലേ, ഓന് ഒരു മീൻ പിടിച്ചോട്ടെ. ഓൻ പിടിച്ചാൻ കാത്ത് കളിച്ചിട്ട് എന്റെ കാണിച്ചു കൊടുക്ക്. എന്നിട്ടല്ലേ ഞാൻ വെള്ളത്തിൽ കിട്ടിയോ? അതാ ഫ്രഷ് സാധനം. അതാ കിടക്കണം. ഇത് ഇന്നെ കാറ്റി വലിപ്പുണ്ടല്ലോ. ഓറെന്റെ പോയി, ഇജാസിന്റെ പോയി. ഇജാസിന്റെ ഓർത്താ. ഇഞ്ഞിട്ട് എന്റെ ആയുധം ജാസിന്റെ ആയുധം കവറിൽ ഇട്ടെടുത്ത. കവറൊന്ന് നീട്ടിയെടുത്ത ജാസ്. വലിയ ഡയലോഗ് മാത്രമേ ഉള്ളൂ. ചെയ്ത് പിടിച്ച മീന്. അപ്പൊ 2 കവർ വലുതാക്കാനായിനെ. ഇത് കണ്ണനല്ല ചങ്ങായി. അപ്പൊ ഞമ്മളൊന്ന് ഇട്ട് നോക്കാം, നമുക്ക് കിട്ടുമോ നോക്കാം. എന്ത് കിട്ടില്ല കൊണ്ട ഒരു ഇര കൊണ്ട അടുത്ത മീനുമായിട്ട് വരുന്നുണ്ട്. ഏറെ കാണിച്ചു കൊടുക്കും. പൊന്തിച്ച് കാണിച്ചു കൊടുക്കും. മീൻ കിട്ടീന്. ജുനൈദ് ഇപ്പോഴും അവിടെ തോടി വീണ അരി തൊഴിഞ്ഞോണ്ടിരിക്കാണ്. ജാസിന് പിടിച്ചാ മാത്രമേ അറിയുള്ളൂ, ഊരാനൊന്നും അറിയില്ല. എന്തായാലും ഞമ്മക്കും ഒന്ന് കിട്ടിയ, നമ്മൾ വീഡിയോയില് കിട്ടിയില്ല. നമ്മൾ വീഡിയോ എടുത്തരാൻ ആരുമില്ല. അപ്പോ ജുനൈദ് സ്പോട്ട് മാറ്റിന്. ചെയ്തതാ വിട്ടുണ്ട്, ഞാനിതാ പിടിയുണ്ട്. നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഞമ്മക്കും കിട്ടീന്. നല്ല കിണ്ണം കഴിച്ച സാധനമാണ് കിട്ടിയത്. പ്രശ്നം ഇങ്ങനത്തെ ഓരോന്നിനെ കിട്ടും. ഇതിനിപ്പോ നമ്മള് ഒഴിവാക്കണം. ഇനി ചാവും അത്. ഇതിനിപ്പോ നമ്മൾ ഒഴിവാക്കാം. അപ്പൊ വേറെ വഴിയില്ല. വേറൊന്നിനും കൂടി കിട്ടീന്. ഏതാ സാധനം? ഓരോരുത്തരും ഓരോ വൈക്കാണ്. ജോസിനൊന്നും കാണണം കൂടിയില്ല. അപ്പൊ ഞമ്മക്കിപ്പോ ഇത് കിട്ടിയതിനെ അതിൽ കൊണ്ടുപോയിടാം. ഇതാണ് ഇപ്പൊ ഞമ്മക്ക് കിട്ടിയ മീനുകൾ. പെട്ടക്കുന്ന മീനുകളാണ്. ഇവരൊക്കെ ഇഞ്ഞപ്പുറത്ത് കൊളത്തിൽ പോയിട്ട് കേൾക്കണം. ഇതാണിപ്പോ ഇതിൽ ഏറ്റവും വലിയ മീന്. ഇതാണിപ്പോ ഞാൻ പിടിച്ചത്. ഇതന്നെയുള്ളൂ ഇപ്പൊ വലുത്. ബാക്കിയൊക്കെ ഏകദേശം ഒരേ സൈസ് സാധനങ്ങളാണ്. ഇനിയിപ്പോൾ അവിടെയും കുറച്ച് പേര് പിടിച്ച് വെച്ചീണെന്ന് പറഞ്ഞു. നമ്മൊന്ന് പോയി നോക്കാം. പുറത്ത് കുളമുണ്ട്.
മതിയായില്ലേ? അങ്ങനെ മീൻ പിടിച്ചാൻ പോവാണ്. ജുനൈദിനെ ഒന്ന് കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് വീഡിയോയില് കിട്ടിയില്ല. ഒരാള് കിട്ടിണ്ടാവും. ബംഗാളിലിരിക്കുന്ന ഇതുപോലൊക്കെ ഓരോരുത്തർ ഇരിക്കുന്നത്. ജുനൈദ് അങ്ങനെ പോവുണ്ട്, തേരാപ്പാര നടന്നിങ്ങനെ നടക്കുന്നുണ്ട്. ഒരു മീന് കിട്ടിയെന്നാ പറയുന്നത്. ഇജാസിനും കിട്ടിയെന്ന് പറയുന്നുണ്ട്. അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയതാ കൊണ്ടുപോകണം. ജാസടക്ക് സീന് സാധനം. ഓ ഓ ഇവിടെ ഈ മരത്തമ്മ വെക്ക്, നല്ല ഫോക്കസ് ആവുള്ളൂ. ഇതാണ് ഇപ്പൊ കൂട്ടത്തിലെ ഏറ്റവും വലിയ മീൻ ഇജാസിനാണ് കിട്ടിയത്. എന്നിട്ട് ഏടെ സാധനം ഏ കവറില് എനിക്കറിയില്ല. ഏതായാലും ഞാൻ കൊടുക്കട്ടെ. മണ്ടന്മാര് ഇപ്പടല്ലോ അക്ക അങ്ങനെ പറയാ. കൈവില്ലാത്തോലെ പോലെ നിക്ക. മൂന്നാലെല്ലാം പിടിച്ചിട്ടുണ്ട്. അത് പേടിയാ. മീൻ പിടിച്ചാ നടക്ക. ഇതിനേത് പിടിച്ചതിന് വള്ളത്തിൽ കിട്ടാം. പോയിക്കോട്ടെ. ഞാൻ പിടിച്ചാണല്ലോ ഫസ്റ്റ്. ഇജ്ജ് പിടിച്ചല്ലേ ഫസ്റ്റ് കയറി. ഇജ്ജ് പിടിച്ചത് ഏതാ? അതൊന്നല്ല ഞാൻ പിടിച്ച വലുതില്ല. ഞാൻ പിടിച്ച വലുതൊന്നുണ്ട് മോനെ ഇതില്. ആന വലുത് ഏറ്റവും വലുത് ഗ്യാസ് പിടിച്ചോ. പിടിച്ചേതോ എന്താണോ അതൊന്നല്ലേ? ആർക്കും വേണ്ട. പിന്നെ എന്തിനാ വെറുതെ പിടിച്ചെത്തിനാ? വെറുതെ കൊണ്ടുപോകും. ഞാൻ പോരെ അവിടെ ഫ്രിഡ്ജ് വെച്ചാ ഓര് വന്നിട്ട് പിടിച്ചോളൂ. ഫ്രിഡ്ജ് വെക്കുന്നത് ഒരാഴ്ച അമ്മ വേണം റോട്ട് വന്ന് സെയിലാക്കട്ടോ. 100 ആണെങ്കിലും 100 കൊടുക്കാം. ഇത് 100 ഉള്ളൊന്നും ഇല്ലല്ലോ, 50 ഉള്ളൊക്കെ ഉണ്ട്. ആ അവിടെ കോർത്ത് മീനൊന്ന് കാണിച്ചുണ്ടോ? ജുനൈദ് മാറ്. നസീബിന്റെ ഡൽഹി പോയത് അത് ഇതൊക്കെ കണ്ടിരുന്നേ. നസീബ് അവിടെ പൈക്കാണ്. ഇന്ത്യ ഗേറ്റിന്റെ അടുത്തൊക്കെ പോയിനുണ്ടല്ലോ. പോയിക്കോട്ടെ, പോണേന് ഇപ്പത്തല്ലേ ജുനൈദിന് എന്താണ് ഒരു മീനും കിട്ടാത്ത സാഹചര്യത്തിൽ പറയാനുള്ളത്? ഓൻ പിടിച്ചതാ പോകണ്ടതില്ല. ഇവിടെ ബാക്കില് അല്ല, അത് ഞാൻ പിടിച്ചല്ലേ ഇനി അപ്പുറത്തുനിന്ന്. ഇതെടുത്ത് വെള്ളത്തിട്ട ഞാൻ പ്രശ്നം കഴിയോ? അത് ഞാൻ പിടിച്ചേനി ഫസ്റ്റ്. പിടിച്ചവിടെ വേണ്ട, വെള്ളത്തിൽ ഒഴിവാക്കട്ടെ. തൊള്ള പൂട്ടുവോ? അത് ഫസ്റ്റ് ഞാൻ പിടിച്ചേനി. അല്ല അജി ഫസ്റ്റ് പിടിച്ചാണെങ്കിൽ ജീവൻ പോകേണ്ടി കഴിഞ്ഞാൽ ഇത് ജുനൈദ് ഇപ്പൊ നാളെ പിടിച്ചാണ്. ജീവനോ? കൊറേ ഉണ്ടല്ലോ. അപ്പൊ ഞമ്മക്ക് പിന്നെ ഒരു ദിവസം കാണാം. മീൻ പൊട്ടൊക്കെ കഴിഞ്ഞ് നമ്മള് ഫുഡ് കഴിക്കാം. നല്ല കറി എത്തിയിട്ടുണ്ട്. കൊച്ചനാട് പിറന്നാൾ കാണാം. കോപ്പറേറ്റ് എന്തായാലും കിട്ടും.
ഏതായാലും ചോറൊക്കെ ഇട്ട് കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.